മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി കൊണ്ടുവന്ന പദ്ധതി വിഴിഞ്ഞം തുറമുഖം പദ്ധതി. എന്നാൽ ഉമ്മൻചാണ്ടിയേക്കാൾ മുമ്പ് ഇടതു മുഖ്യമന്ത്രിമാർ ഇതിനുവേണ്ടിയുള്ള കരുനീക്കങ്ങൾ നടത്തിയെന്ന മറുഭാഗത്ത് ഇടതുപക്ഷം. അങ്ങനെ വാദപ്രതിവാദങ്ങൾ കൊണ്ട് സങ്കീർണമാകുകയായിരുന്നു വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഉദ്ഘാടനം. വിഴിഞ്ഞം തുറമുഖം പദ്ധതിയിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിനെ ആദ്യ കപ്പൽ വന്നപ്പോൾ മാത്രമാണ് ക്ഷണിച്ചതെന്നും പിന്നീടുണ്ടായ 2 പരിപാടികളിലും പ്രതിപക്ഷ നേതാവിനെ ക്ഷണിച്ചിട്ടില്ല എന്നുമാണ് അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കാര്യമായ രീതിയിൽ ക്ഷണിക്കുവാൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയന് സാധിക്കുകയും ഈ പദ്ധതിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട നാഴികക്കല്ല് വെച്ച മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ പാർട്ടിക്കാരനായ വി ഡി സതീഷിനെ ക്ഷണിക്കാൻ അദ്ദേഹത്തിന് എന്തുകൊണ്ട് കഴിയാതെ പോകുന്നു എന്ന ചോദ്യവും ഉയർത്തുന്നുണ്ട് പ്രതിപക്ഷം. അതുകൊണ്ട് തന്നെയാണ് ബി.ജെ.പിയും ഇടതുപക്ഷവും തമ്മിൽ ചില അവിശുദ്ധ കൂട്ടുകെട്ടുണ്ട് എന്ന് കോൺഗ്രസ് പറയുന്നതെന്ന് പറയാതെ പറയുകയും ചെയ്യുന്നു വി ഡി സതീശൻ. അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കാം. അല്ല, വിഴിഞ്ഞത്ത് അവര് നമ്മളെ ക്ഷണിച്ചില്ല, അത് അവരുടെ തീരുമാനമാണ്. എനിക്കതിനകത്ത് പരിഭവവും പരാതിയൊന്നുമില്ല. ആദ്യം കപ്പൽ അടുത്ത സമയത്ത് വിളിച്ചിട്ടുണ്ടായിരുന്നു, പിന്നീട് രണ്ടാമത്തെ പരിപാടിക്കും ഈ പരിപാടിക്ക് ക്ഷണിച്ചില്ല. അത് ബഹുമാനപ്പെട്ട മന്ത്രിയോടും മാധ്യമപ്രവർത്തകരായി നിങ്ങൾ ചോദിച്ചപ്പോൾ പറഞ്ഞത് ഇത് 4ാമത്തെ വാർഷികമാണ്. ആ 4ാമത്തെ വാർഷികത്തിന്റെ ഭാഗമായിട്ടുള്ള പരിപാടിയാണ്. അത് പ്രതിപക്ഷം അതുമായിട്ട് സഹകരിക്കുന്നില്ല, അതുകൊണ്ടാണ് ഇത് പ്രതിപക്ഷ നേതാവിനെ വിളിക്കാത്തതെന്ന്. ഇത് സർക്കാരിന്റെ 4ാമത്തെ വാർഷികമാണോ? അങ്ങനെയാണെങ്കിൽ കേരളത്തിൽ CPM-ഉം ബി.ജെ.പിയും കൂടിയാണല്ലോ 4ാമത്തെ വാർഷികം ആഘോഷിക്കുന്നത്, ആണോ? അങ്ങനെ ബി.ജെ.പി നേതൃത്വം പറയട്ടെ. 4ാമത്തെ വാർഷികാഘോഷത്തിൽ പങ്കെടുക്കാനാണ് പിണറായി വിജയൻ സർക്കാരിന്റെ 4ാമത്തെ വാർഷികാഘോഷത്തിൽ പങ്കെടുക്കാനാണ് പ്രധാനമന്ത്രി കേരളത്തിലേക്ക് വരുന്നതെന്ന് ബി.ജെ.പി പറയട്ടെ. അങ്ങനെ ബി.ജെ.പിയും CPM-ഉം ചേർന്ന് ഒരുമിച്ചാണ് 4ാം വാർഷികം ആഘോഷിക്കുന്നതെങ്കിൽ അത് നടക്കട്ടെ. 4ാം വാർഷികാഘോഷവും ഈ വിഴിഞ്ഞം പദ്ധതിയുടെ ഉദ്ഘാടനവും തമ്മിൽ രണ്ടിട്ടുണ്ട്. മുഖ്യമന്ത്രി ഇപ്പൊ അതിന്റെ പൂർണ്ണമായ ക്രെഡിറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക. ഈ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഈ വിഴിഞ്ഞം പദ്ധതി പ്രഖ്യാപിക്കുമ്പോൾ, UDF സർക്കാർ ഇത് പ്രഖ്യാപിക്കുമ്പോൾ അദ്ദേഹം പാർട്ടി സെക്രട്ടറി ആയിരുന്നു. അദ്ദേഹം പറഞ്ഞത് ഇത് 6000 കോടി രൂപയുടെ റിയൽ എസ്റ്റേറ്റ് ഇടപാടാണ്, ഇത് കടൽ കൊള്ളയാണ് എന്ന് പ്രഖ്യാപിച്ച ആളാണ് ശ്രീ പിണറായി വിജയൻ. ശ്രീ ഉമ്മൻചാണ്ടിക്കെതിരായി ആരോപണം ഉന്നയിച്ച ആളാണ്. 6000 കോടി രൂപയുടെ റിയൽ എസ്റ്റേറ്റ് ഇടപാടും കടൽ കൊള്ളയുമാണ്. കേരളത്തിലെ മത്സ്യത്തൊഴിലാളികൾ മുഴുവൻ തകർന്നു പോവരുടെ ഉപജീവനം ഇല്ലാതായി പോവും എന്ന് പറഞ്ഞ് ഇതിനെതിരായി നിലപാടെടുത്ത CPM ഇപ്പോൾ അത് യാഥാർത്ഥ്യമാകുമ്പോൾ അതിന്റെ ക്രെഡിറ്റ് എടുക്കാൻ പോകുന്നത് വൈക്കം മുഹമ്മദ് ബഷീറിന്റെ കഥാപാത്രത്തെ കേരളത്തിലെ ജനങ്ങളെ ഒന്നും കൂടി ഓർമ്മപ്പെടുത്തും. 8 കാലി മമ്മൂഞ്ഞൻ. ഇത്രയുള്ളൂ സംഭവം. മനസ്സിലായില്ലേ? മാത്രമല്ല, ഇത് സ്വാഭാവികമായ പൂർത്തീകരണമാണ്. 2019 പൂർത്തിയാണ്ടാണ് 2015 തുടങ്ങിയ പദ്ധതി 2025 പൂർത്തിയാകുന്നത്. ഗവൺമെന്റ് ചെയ്യേണ്ട 2-3 കാര്യങ്ങളുണ്ടായിരുന്നു. ഒന്ന്, 2017 റോഡ് കണക്ടിവിറ്റി പൂർത്തിയാക്കണം. 2025 തുടങ്ങിയിട്ടില്ല. 2019 റെയിൽ കണക്ടിവിറ്റി പൂർത്തിയാക്കണം. കേരള സർക്കാർ ചെയ്യേണ്ടതാണ്, ചെയ്തിട്ടില്ല ഇതുവരെ. 2025 ഈ സർക്കാർ ചെയ്യേണ്ട ഒരു കാര്യവും വിഴിഞ്ഞം പദ്ധതിയുമായിട്ട് ചെയ്തിട്ടില്ല. എന്നിട്ട് പദ്ധതി പൂർത്തിയായപ്പോൾ അത് കൊണ്ടുവന്ന ആളുകളെ വിസ്മരിച്ച് അവിടെ പോയി നിന്ന് പണമെടുത്ത് അതിന്റെ ക്രെഡിറ്റ് ഈ 4ാമത്തെ വർഷം എടുക്കാമെന്ന് പറഞ്ഞാൽ കേരളത്തിലെ ജനങ്ങൾ വിഡ്ഢികളല്ല എന്ന് മാത്രമാണ് എനിക്ക് വിനീതമായി കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ ഓർമ്മിപ്പിക്കാനുള്ളത്. പ്രതിപക്ഷം പങ്കെടുക്കുന്നില്ല എന്ന് തന്നെയാണോ? അല്ലല്ല, അവിടുത്തെ MP വിളിച്ചിട്ടുണ്ട്, MLA വിളിച്ചിട്ടുണ്ട്. അവരവിടെ പോയി പങ്കെടുക്കും. അല്ല, എന്നെ വിളിച്ചിട്ടില്ലല്ലോ. എനിക്ക് നിങ്ങൾ കണ്ടല്ലോ ക്ഷണക്കത്ത്. എല്ലാവർക്കും MP-മാർക്ക് എല്ലാവർക്കും MLA-മാർക്ക് അയച്ച ക്ഷണക്കത്താണ് എനിക്ക് തന്നത്. മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ പറഞ്ഞത് 4ാമത്തെ വാർഷികം ആയതുകൊണ്ട് വിളിക്കുന്നില്ല എന്നാണ്. അല്ല, വിളിക്കുന്നില്ല എന്നാണ് പറഞ്ഞത്. വിളിക്കാത്ത എന്ത് ക്ഷണക്കത്താണ് എനിക്ക് അയച്ചിരിക്കുന്നത്? ഞാൻ ആ കത്ത് നിങ്ങളെ കാണിച്ചു തരാം. നിങ്ങൾ ആരെങ്കിലും ആണെങ്കിൽ അങ്ങനെ പോകുമെന്ന് നിങ്ങൾ ആലോചിക്കും. എന്ത് ക്ഷണക്കത്താണ് എനിക്ക് അയച്ചത്? ഒരു പ്രോഗ്രാം പോലും എനിക്ക് അയച്ചിട്ടില്ല. 2-ാം തീയതി പ്രധാനമന്ത്രിയുടെ പരിപാടി നടക്കുകയാണ്. പ്രധാനമന്ത്രിയുടെ പരിപാടി നടക്കുന്നതിന്റെ തലേദിവസമാണ് എനിക്ക് കത്തയക്കുന്നത്. അത് തലേ ദിവസത്തെ ഡേറ്റ് ഇട്ടാണ് കത്തയച്ചേക്കുന്നത്. തലേ ദിവസം മന്ത്രി പത്രക്കാരോട് പറഞ്ഞത് വിളിക്കുന്നില്ല എന്നാണ്. അപ്പൊ എങ്ങനെയാ തലേ ദിവസത്തെ ഡേറ്റ് ഈ ഇന്നലെ തന്ന കത്തിലുണ്ടാകുന്നത്? എങ്ങനെയാണ്? അപ്പൊ ഇതെല്ലാം വെറുതെ. അത് ജനങ്ങൾ പ്രതിഷേധിച്ചപ്പോൾ, രാഷ്ട്രീയമായും എല്ലാ പ്രതിഷേധവും ഉണ്ടായപ്പോൾ അത് മറച്ചു വെക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ അവ്യക്തമായ ഒരു കത്തയച്ചിരിക്കും. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് പരിഭവമില്ല, പരാതിയില്ല. ഞങ്ങൾ പൊളിറ്റിക്കൽ ക്യാമ്പയിൻ നടത്തുന്ന ആളുകളാണ്. ഈ വിഴിഞ്ഞം തുറമുഖം എന്ന് പറയുന്നത് ശ്രീ ഉമ്മൻചാണ്ടി എന്ന കേരളത്തിലെ മുഖ്യമന്ത്രിയുടെയും അന്നത്തെ സർക്കാരിന്റെയും വിൽ പവറാണ്. അവരുടെ ഇച്ഛാശക്തിയും
അവരുടെ നിശ്ചയദാർഢ്യവുമാണ് ഇത് കേരളത്തിൽ യാഥാർത്ഥ്യമാക്കിയത്. അത് ഞങ്ങൾ ജനങ്ങളോട് പറയും. കേരളത്തിലെ ജനങ്ങൾക്ക് നന്നായിട്ട് അറിയാം. വല്ലവരും ചെയ്തതിന്റെ പിതൃത്വം ഏറ്റെടുക്കുക എന്നതാണ് ഈ മുഖ്യമന്ത്രിയുടെ സ്ഥിരം പരിപാടി. അതാണ് അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത്. കേന്ദ്രവുമായിട്ട്